രാവിലെ ഓഫീസിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് വേണം. ഇനിയിപ്പോൾ ഡയറ്റും കൂടിയാണെങ്കിൽ പറയുകയും വേണ്ട. എന്തുണ്ടാക്കുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരിക്കും ഇവിടെ. ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് ഉണ്ടാക്കാൻ പോകണം. അതിന് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം. അപ്പോൾ അതെല്ലാം വെട്ടിയരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ പനീറും ചീസും ബട്ടറുമാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കാം. ഞാൻ അതിലോട്ടൊരു ശകലം ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അങ്ങനെ മെൽറ്റായി വന്ന ബട്ടറിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ കുറച്ച് ബീൻസും ഒരു ചെറിയ തക്കാളിയും. ഇത്രയാണ് ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി ക്യാബേജോ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ. ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പച്ചക്കറികളൊക്കെ ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. ഇപ്പോൾ 2-3 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും പൊട്ടിച്ചൊഴിക്കാം. എത്ര വിശപ്പുണ്ടോ അതിനനുസരിച്ചിട്ട്. ഞാൻ അതിൻ്റെ മേളിൽ ശകലം ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടെ വിതറി അങ്ങ് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കുറച്ചിങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ് ആക്കി എടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1-2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇതാണ്ടോ ഇങ്ങനെ വെന്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെറുതായി ഇളക്കി ഈ മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എനിക്ക് ആ മഞ്ഞയൊക്കെ ഇങ്ങനെ പളവളാന്ന് കിടക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വെജിറ്റബിളും അതുപോലെ മുട്ടയും എല്ലാം കൂടെ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയണ സമയത്ത് മുട്ടയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് പൊടിഞ്ഞ് ഇതിനകത്തോട്ട് യോജിച്ച് കിടക്കും. ഇനി നമ്മൾക്ക് കുനുകുനേന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള പനീർ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ സ്ലൈസ്ഡ് ചീസായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ പിച്ചിപ്പറിച്ചിടുകയാണ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എനിക്ക് ഈ പനീറും ചീസൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിതൊക്കെ ഇടുന്നത്. ഇതൊന്നും ഇഷ്ടമില്ലാത്തവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇതൊന്നും വേണമെന്നില്ല. എന്നിട്ട് ഞാനിത് ഒരു 2 മിനിറ്റ് കൂടെ അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് കഴിയുമ്പോൾ ഈ പനീറും ചീസൊക്കെ അതിനകത്ത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പനീറൊക്കെ അതിനകത്ത് കിടന്ന് കുറച്ചും കൂടെ ഒന്ന് വേവൊക്കെ ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇളക്കണേ. ഇപ്പോൾ ഇതേ റെഡി ആയി കഴിഞ്ഞു നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ചൂടോടെ കഴിക്കാനായിരിക്കും കേട്ടോ ഇത് നല്ല ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് തോന്നിയെന്നിരിക്കില്ല. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ടുള്ള പരിപാടിയല്ലേ. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണേ. പണി എളുപ്പമാണ്, വയറും നിറയും, നല്ല ടേസ്റ്റായിട്ട് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.